എന്തുവായി കടിക്കുന്നേ മനുഷ്യനെ? അയ്യോ പാമ്പ് കടിച്ചു. ചോര വന്നിട്ട് പോകുന്നുണ്ടല്ലോ. അയ്യോ ഇനി എന്ത് ചെയ്യും? എങ്ങോട്ട് പോകണ്ടേ? നമുക്ക് സായിപ്പിന്റെ ആശുപത്രിയിലോട്ട് പോവാം. പെട്ടെന്ന് അവിടെ വേണ്ട, അവിടെ എനിക്കൊരു വിഷഹാരി ഉണ്ട്. വിഷഹാരി എടുത്ത് പോയാൽ പോരെ? വേണ്ട വേണ്ട, അത് പാമ്പുകളുടെ ചികിത്സയുടെ നല്ല കേന്ദ്രമാണ്. അയ്യോ വേണ്ട വേണ്ട, വിഷഹാരി എടുത്ത് പോയാൽ മതി. വിഷഹാരി എടുത്ത് പോകാം. ഇത് നമുക്ക് കെട്ടി വെക്കാം. കെട്ടി വെച്ച് കഴിഞ്ഞാൽ വിഷം കയറത്തില്ലല്ലോ. നമുക്ക് വിഷഹാരി എടുത്ത് പോവാം. A few moments later. ആരാ അവിടെ? പോയി. നീ വാ, കേറി വാ. ഒരു പാമ്പ് കടിച്ചു മൂപ്പ. പാമ്പ് കടിച്ചു മൂപ്പ. അതാ ഇവിടെ പാമ്പ് കടിച്ചെന്നെ. എന്തോ ചെയ്യും മൂപ്പ? ഇനി കാലിൽ കെട്ടിയായിരുന്നോ? ഞാൻ ഒപ്പ തന്നെ കെട്ടിയായിരുന്നു മൂപ്പ. പകുതി പ്രശ്നം കെട്ടിയതോടെ മാറി. ഇനി നമുക്ക് കുറച്ച് ചെറിയ കൈവിദ്യകൾ ചെയ്യാം. ഓക്കെ, ഇതെന്താണെന്നറിയോ? ഇല്ല. ഇതാണ് വിഷക്കല്ല്. ഇത് തേച്ചാ വിഷം തന്നെ ഇറങ്ങി പോകും. എല്ലാം പോവല്ലേ? പിന്നെ ഇപ്പൊ പകുതി വിഷം പിന്നെ പോയി. ഇനി കുറച്ച് വിഷം കൂടെ ഉള്ളൂ. ഇതെന്താണെന്നറിയാവോ? വിഷം പോകാനുള്ള ഇലയാണ്. മൂപ്പ ചെറിയ തലവേദന തലകറക്കൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പൊ ശരിയാക്കി തരാം. കണ്ട, വിഷം പോയി. ധൈര്യത്തോടെ പോവാ. വീട്ടിൽ പോക്കോ, ഹോസ്പിറ്റലിൽ ഒന്നും പോകരുത്. അവരെ പിടിച്ച് ചുമ്മാ അഡ്മിറ്റ് ആക്കും. 6 hours later. സ്നേക് ബൈറ്റ് കേസ് വന്നിട്ടുണ്ട്. ഡിലേഡ് പ്രസന്റേഷൻ ആയിട്ട് തോന്നുന്നു. പക്ഷെ അത് അഡ്മിഷൻ വെഡിങ് അല്ല അല്ലേ? ഓക്കെ, 4 hours ആയല്ലോ. പക്ഷെ എന്നാലും നമുക്ക് ഒബ്സർവ് ചെയ്യണം. എസ്പെഷ്യലി ക്രേറ്റ്, അതായത് വെള്ളിക്കെട്ടൻ പോലുള്ള പാമ്പുകളൊക്കെ ഒരു 6 മുതൽ 8 മണിക്കൂർ വരെയൊക്കെ അതിന്റെ പ്രസന്റേഷൻസ് ഒന്നും കാണില്ല. നമുക്ക് ഏതായാലും പേഷ്യന്റിനെ കാണാൻ നോക്കാം. ഇത് കണ്ടിട്ട് പാമ്പ് കടിയാൻ തോന്നുന്നല്ലോ. രാവിലെ പാമ്പ് കടിച്ച പണി എടുത്തോണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു പാമ്പ് കടിച്ചതാണ്. ഞങ്ങൾ ആ വിഷഹാരിന്റെ അടുത്ത് പോയി കാലൊക്കെ കെട്ടി വെച്ച് മഞ്ഞളൊക്കെ തേച്ചു. ഇപ്പോഴാണ് കടിച്ചത്? എപ്പോഴാണ് കടിച്ചത്? 10 മണിക്കാണ് കടിച്ചത്. ഇതെന്ത് ഇത്ര മുറുക്കിയൊക്കെയാണോ കെട്ടി വെച്ചത്? ഡോക്ടറെ വിഷം കയറാതിരിക്കാൻ കെട്ടിയതാ. നമ്മൾ ഒരിക്കലും ഇത്ര മുറുക്കി കെട്ടാൻ പാടില്ല. ഇത്ര മുറുക്കി കെട്ടുമ്പോഴത്തേക്ക് നമ്മുടെ കാലയിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ ആണ് അത് ബ്ലോക്ക് ആകുന്നത്. നമുക്ക് ഈ കാലെല്ലാം നീര് വെച്ചിട്ടുണ്ടല്ലോ. ഇതിന്റെ അർത്ഥം നമുക്ക് വിഷം കാലിലോട്ട് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് അതിന്റെ അർത്ഥം. നമുക്ക് അതിനുള്ള ട്രീറ്റ്മെന്റുകളെല്ലാം കൊടുക്കേണ്ട ആവശ്യം. നമുക്ക് ആന്റി സ്നേക് വെനം അവൈലബിൾ ആണ്. എത്രയും പെട്ടെന്ന് ആന്റി സ്നേക് വെനം കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. ഇപ്പോൾ കാലിൽ നിന്ന് സ്വെല്ലിംഗ് എല്ലാം പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആന്റി സ്നേക് വെനം കൊടുക്കണം. ആന്റി സ്നേക് വെനം കൊടുക്കുമ്പോൾ അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാം. അപ്പോൾ നമുക്ക് വെറുതെ ഒരു ഇഞ്ചക്ഷൻ പോലെ കൊടുത്തിട്ട് വീട്ടിൽ വിടാവുന്ന ഒരു കാര്യമല്ല. നമുക്ക് അഡ്മിറ്റ് ചെയ്ത് മോണിറ്റർ ചെയ്ത് ഐസിയുവിൽ അഡ്മിറ്റ് ചെയ്ത് ഒബ്സർവ് ചെയ്ത് വേണം കൊടുക്കാനായിട്ട്. ഡോസുകൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ഒരു കേസിൽ നമുക്ക് അഡ്മിറ്റ് ചെയ്തേ നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഉള്ളത് നമുക്ക് ചില പാമ്പുകൾക്കായിട്ട്, എസ്പെഷ്യലി മൂർക്കൻ അങ്ങനെയുള്ള പാമ്പുകൾക്കൊക്കെ ഇതുപോലെ നമ്മുടെ ഞരമ്പുകളെയും ബാധിക്കാം. അപ്പോൾ ശ്വാസം മുട്ടൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പോൾ ഈ വിഷത്തിന്റെ കാര്യത്തിൽ സംഭവത്തിൽ കിഡ്നിനെയൊക്കെ ബാധിക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും ഐസിയുവിൽ അഡ്മിറ്റ് ചെയ്യാം, നോക്കാം. ഓക്കെ, അഡ്മിറ്റ് ആവാം. നമുക്ക് ഇവിടെ തന്നെ അഡ്മിറ്റ് ആവാം.